ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്മനൂർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് വരാൻ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവനിങ്ങനെ ചിന്തിക്കും, എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് എന്ത് ജോലിയാണ് നേടുക. ചില കമ്പനിയിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറയും. ഇതിപ്പോൾ പഠിച്ചതും വലിയ കുറ്റമായോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാണുന്നത്, ബോർഡ് വെച്ച് കാണുന്നത്. അങ്ങനെ ശ്രുതി അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അവിടുത്തെ ക്യാഷിൽ ആ ഒരു കൗണ്ടറിലിരിക്കുന്നവർ ചോദിക്കും, ഓണർ തന്നെയാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫുഡ് കഴിക്കാനാണെങ്കിൽ അങ്ങോട്ട് ഇരുന്നോളെന്നൊക്കെ പറയും. പക്ഷേ ശ്രുതി പറയും, ഇല്ല, ഞാൻ ഫുഡ് കഴിക്കാനല്ല, ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ ശ്രുതിയുടെ ഡ്രസ്സിങ് ഒക്കെ കണ്ടിട്ട് അയാളിങ്ങനെ ആശ്ചര്യത്തോടെ, നിങ്ങൾക്കാണോ അല്ലെ നിങ്ങൾ ആർക്കെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, എനിക്ക് തന്നെയാണെന്ന് പറയും. കണ്ടിട്ട് അത് വലിയ വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നൊക്കെ പറയും. അപ്പോൾ അവർ ശ്രുതി പറയും, ഇല്ല, എനിക്ക് തന്നെയാണ് ജോലി വേണ്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ജോലിയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു സപ്ലയറുടെ 2 ഒഴിവുകളാണുള്ളത്. സപ്ലയറുടെയും പിന്നെ ഓർഡർ എടുക്കുന്ന ആ ജോലിയാണുള്ളത്. ഇതിലേതാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇല്ല, ജോലി ചെയ്തിട്ടില്ല, കുറേ കഴിക്കാൻ പോയിട്ടെന്നൊക്കെ പറയും. അതിൻ്റെ ഇത് രണ്ടിൻ്റെ വ്യത്യാസം പോലും അറിയില്ല, പിന്നെ ഇങ്ങനെ ജോലി ചെയ്യുന്നൊക്കെ ഓണർ പറഞ്ഞിട്ട് പക്ഷേങ്കിൽ പറഞ്ഞു കൊടുക്കും. സപ്ലയർ എന്ന് പറയുന്നത് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ എടുത്തു കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, അത് ഇപ്പോൾ ഇവർ പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമല്ലേ, അത് ഭയങ്കര ഒരു മെനക്കെട്ട പണിയല്ലേ. അപ്പോൾ ഓർഡർ എടുക്കുക എന്നുള്ള കാര്യം പറയും. ആ ജോലിക്ക് റെഡിയാണെന്ന് പറയും. അപ്പോൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ ഡിഗ്രി എന്ന് പറയാൻ നോക്കുമ്പോൾ ആ ഓണർ പറയും, കൂടുതലെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ വേണ്ട, 2 ദിവസം കഴിയുമ്പോൾ വേറൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടുന്ന് പോകും. അതുകൊണ്ട് കൂടുതൽ പഠിച്ചവരൊന്നും ഇവിടെ വേണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ ജോലിക്ക് നിന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ജോലിക്ക് വരാമെന്ന് പറയും. പക്ഷേങ്കിൽ ഓണർ പറയും, വേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്തു, അത് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ ശ്രുതി ഇന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് സച്ചി വീട്ടിലേക്കെത്തും. ഈവനിങ് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ രേവതി ചായ എടുക്കട്ടെ സച്ചിട്ടാന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, നീ എന്താ ഇവിടെ, നീ കടയിൽ എന്താ ഇല്ലാത്തത്, നിൽക്കാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, അത് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ അരി അരച്ചിട്ടില്ല, അതിന് വേണ്ടി വന്ന ഈ സമയത്ത് കടയിൽ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് വന്നയാ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, നീ വരുന്നവരെ ഞാൻ പോയി കടയിൽ നിൽക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ എങ്ങനെയാണ് പൂ എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്തു, അവിടെ കെട്ടി വെച്ച മാല ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 2 മുഴം പൂവ് മുല്ലമാല വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുത്തു കൊടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ആ ആളെ വെച്ച് കൊടുത്തു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ രേവതിയുടെ കൈയും സച്ചിയുടെ കൈയും രണ്ടും ചേർത്ത് വെച്ചിട്ട്, കണ്ടോ, എൻ്റെ കൈയിൻ്റെ 1 മുഴമല്ല സച്ചിയേട്ടൻ്റെ കൈ, സച്ചിയേട്ടൻ്റെ കയ്യിൽ 1 മുഴം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈയുടെ 1.5 മുഴം വരും, അപ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയൂ, അങ്ങനെയാണല്ലേ, അപ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്നില്ല ഇങ്ങനെ പറയാണ്. എന്നിട്ട് അത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ വരും. എന്നിട്ട് അച്ഛാ, അമ്മേ, ശ്രുതി, എല്ലാവരും ഓടി വാ, എനിക്കൊരു കാര്യം പറയാനെന്നിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പോൾ സച്ചി ചോദിക്കും, നീ എന്നിട്ട് എന്നെ മാത്രം വിളിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ ഇവിടെ തന്നെ വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ മുഴുവൻ നീ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജോലി കിട്ടിയ കാര്യം പറയും. ഇവനല്ലേ അന്ന് വലിയ പറഞ്ഞത്, ഇവൻ അധ്വാനിച്ച് കൊണ്ടുവന്ന ഹലുവ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് വലിയൊരു സീനൊക്കെ ആക്കിയതല്ലേ, ഭാര്യയ്ക്ക് കൊടുത്തിട്ട് സീനാക്കിയതല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം പൈസക്ക് ഹലുവ വാങ്ങിച്ചിട്ടുണ്ട്, ഇവന് മാത്രമല്ല അത് പറ്റും, എന്നെക്കൊണ്ടും പറ്റും എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ വലിയ കമ്പനിയിലാണ് ജോലി കിട്ടിയത്, പിന്നെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു, എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ കണ്ടിട്ട് വേറെ ഏതെങ്കിലും കമ്പനി എടുത്ത് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു MD, അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്തു, ഇന്ന് തന്നെ സാലറിയും കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കേട്ടോ, നീ സത്യമാണെന്ന് പറയുന്നതൊക്കെ ചോദിക്കും. എല്ലാവർക്കും ഹാപ്പിയായി. അപ്പോൾ പിന്നെയുള്ളതെല്ലാം പ്രൊമോയിൽ കണ്ടത് തന്നെയാണ് കേട്ടോ. അതായത് അവൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു, ഇന്ന് തന്നെ സാലറിയും കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ചോദിക്കും, ഇന്ന് തന്നെ സാലറി കിട്ടുന്ന കമ്പനിയോ, അതേത് കമ്പനി, ഇത് ദിവസക്കൂലിയാണ്, ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ശമ്പളം കിട്ടുന്നത്, ആ ജോലിക്കുള്ള ശമ്പളം അന്ന് തന്നെ കിട്ടും, അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി അങ്ങനെ കൊടുത്തിട്ടുണ്ടോ, എല്ലാം കമ്പനിയൊക്കെ മാസാവസാനത്തിൽ സാലറിയൊക്കെ കൊടുക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്, എല്ലാവരും എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ സാലറി അന്ന് തന്നെ കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ശ്രുതി പറയും, ഇവൻ എത്രത്തോളം പോകുമെന്നൊക്കെ അറിയാം, 2 ദിവസം കഴിഞ്ഞ് ഇവൻ പണിക്ക് പോകില്ല എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, ഞാൻ എന്തായാലും ഇത് പോവും എന്നൊക്കെ പറയും. അങ്ങനെ അതവിടെ കഴിയും ആ ഒരിത്. എന്നിട്ട് ഇത് നിൻ്റെ ശ്രുതിക്ക്
ഹൽവ കൊണ്ട് കൊടുക്കും. ഇത് നിൻ്റെ ഹസ്ബൻഡ് അധ്വാനിച്ച് നിനക്ക് വേണ്ടി കൊണ്ടുതന്ന ഹൽവയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവും. എന്നിട്ട് ശ്രുതി പറയും, അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കും. എന്നിട്ട് ശ്രുതിയോട് പറയും, ഒരു സന്തോഷത്തിൻ്റെ പങ്ക് മധുരം എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി ഇതാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ സച്ചി പറയും, ഒരു തവണ നീ ഇവക്ക് ഹൽവ കൊടുത്തത് പോരെ, ഇവക്ക് മാത്രമല്ല ഇവിടെ വീട്ടുകാർക്കും ഹൽവ കൊടുത്തിട്ടല്ലേ നീ ഓടിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പറയും. അപ്പോഴത്തേക്ക് രേവതി ഉള്ളിലേക്ക് പോകും. പിന്നെ ശ്രുതി റൂമിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് റൂമിൽ നിന്ന് എന്നിട്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കും, ഞാൻ ഭയങ്കര കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇന്നാണ് ഭയങ്കര ഹാപ്പി ആയത്, ഇവിടെ വന്നിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ജോലിയാണ്, എത്ര സാലറി ആണെന്നൊക്കെ ചോദിക്കും. ഇനി എനിക്ക് രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാലോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ എന്ത് ജോലിയാണ് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതിയാകെ ടെൻഷനാവും. എന്നിട്ട് പക്ഷേ ശ്രുതി പറയും, ചെറിയൊരു ജോലിയാണ്, എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, തൽക്കാലം എന്ത് ജോലിയാണെന്നുള്ള കാര്യം നീ അറിയണ്ട, ഞാൻ ആരെയും ചതിക്കുകയോ മോഷ്ടിക്കുകയോ ഒന്നുമില്ല, പിന്നെ ഞാൻ സത്യസന്ധമായി ജോലി ചെയ്തോളാം, ഇനി എന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം, പാർക്കിൽ പോയി ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തൽക്കാലം എന്ത് ജോലിയാണെന്ന് അറിയണ്ട ഇങ്ങനെ പറയാണ്. ശ്രുതി ഇങ്ങനെ 2-3 വട്ടം ചോദിച്ചിട്ടും ശ്രുതി പറഞ്ഞില്ല. പോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ജോലിക്ക് കിട്ടിയല്ലോ ശ്രുതിക്ക്, ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി വീണ്ടും ഹഗ് ചെയ്യും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ രാവിലെ ആയ സമയത്ത് നമ്മുടെ രേവതി പൂക്കടയിലാണുള്ളത് കേട്ടോ. അവിടേക്ക് ഒരു കസ്റ്റമർ വരും, ഒരു ചേച്ചി വരും. ആ സമയം തന്നെ നമ്മുടെ രവി അച്ഛനും നടന്നിട്ട് വാക്കിങ്ങിന് പോയിട്ട് നടന്നിട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഇവർ രണ്ടാളും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. ഈ ചേച്ചി എന്നിട്ട് പൂവിന് വേണ്ടി പറയും. അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ ഉള്ളതുപോലെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പൂവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രേവതിയുടെ കഴുത്തിലെ മാല നമ്മുടെ ചേച്ചി ശ്രദ്ധിച്ചത്. അതായത് മഞ്ഞ ചരടാണല്ലോ, താലിമാല ഇല്ലല്ലോ, അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ സംസാരങ്ങളൊക്കെ നമ്മുടെ രവിയച്ഛൻ മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിൻ്റെ കഴുത്തിലെ താലിമാല എവിടെ പോയി, നിൻ്റെ അമ്മായിയമ്മ പിടിച്ചു വെച്ചോ, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ചേച്ചി ചോദിക്കും. അപ്പോൾ ഇതിന് നമ്മുടെ രേവതി പറയും, അത് ഞാൻ വീട്ടിൽ അഴിച്ചു വെച്ചതാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ആ ചേച്ചി പറയും, വെറുതെ എന്തിനാ കള്ളം പറയുന്നത്, താലിമാല ആരെങ്കിലും ഇടാതെ അഴിച്ചു വെക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തേ അമ്മായിയമ്മ സ്വർണ്ണം വാങ്ങിച്ചു വെച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചെന്ന് രേവതി തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഈ ചേച്ചി പറയും, നിൻ്റെ അയൽവക്കത്തെ സുധയില്ലേ, സുധയില്ലേ, അവരുടെ മരുമകളും അമ്മായിയമ്മയും പ്രശ്നത്തിലാണ്, അവളുടെ സ്വർണം ഫുൾ അവളുടെ അമ്മായിയമ്മ വാങ്ങി വെച്ചു, അങ്ങനെ വല്ലതും നിൻ്റെതും സംഭവിച്ചോ എന്ന് ഞാൻ ചോദിച്ചതാണ്, നിൻ്റെ അമ്മായിയമ്മ നിൻ്റെ സ്വർണം ഫുൾ വാങ്ങി വെച്ചോ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, എൻ്റെ അമ്മായിയമ്മ അങ്ങനെയൊന്നുമല്ല, എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും, എൻ്റെ സ്വർണ്ണം അങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങോട്ട് വാങ്ങിത്തരുകയാണ് ചെയ്യാറ്, ചേച്ചി ഈ കടയുടെ പേരെന്നെ കണ്ടില്ലേ, അമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ കള്ളങ്ങളിങ്ങനെ നമ്മുടെ കള്ളത്തരം രേവതി ഇങ്ങനെ പറയും ചന്ദ്രമതിയെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ മാലയുടെ കണ്ണി ഒന്ന് പൊട്ടിപ്പോയതാ ചേച്ചി, അത് ഞാൻ നന്നാക്കം കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇടാഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയും. അപ്പോൾ ഈ ചേച്ചി പറയും, സോറി രേവതി, ഞാനത് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ, നീ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ചേച്ചി, ഇല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൂക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി അങ്ങോട്ടേക്ക് നടക്കും. ആ ചേച്ചി നടന്നവിടെ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരും. ചന്ദ്രമതി വന്നിട്ട് ഒച്ചപ്പാടാക്കും, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അടുക്കളയിലെ പണിയൊന്നും തീർത്തിട്ടില്ലല്ലോ, അവർക്ക് എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതല്ലേ, ഈ പൂക്കട തുടങ്ങിയതിന് ശേഷം നീ മര്യാദയ്ക്ക് വീട്ടിലെ പണിയൊന്നും ചെയ്തിട്ടില്ല, ഈ പൂക്കട എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നത്, ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് ഈ ചേച്ചി കേൾക്കും. അപ്പോൾ എന്നിട്ട് രേവതി പറയും, അമ്മ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വരുവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവും. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവും. പക്ഷേ ഇതൊക്കെ ഈ ചേച്ചി കേട്ടു എന്നുള്ള കാര്യം നമ്മുടെ രേവതി കാണും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. നമ്മുടെ രവി അച്ഛനും ഇതെല്ലാം കേൾക്കുന്നതും കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.